അടുത്തും ചാരത്തും വീഥികളിലും ഭവനങ്ങളിലും ഒക്കെ ഇരുന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന ബഹുമാന്യരും നല്ലവരും പ്രബുദ്ധരുമൊക്കെയായ എല്ലാ ദേശനിവാസികൾക്കും വീണ്ടും വരുന്ന ക്രിസ്തയേശുവിന്റെ മഹത്വമുള്ള നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. യേശുക്രിസ്തുവിന്റെ സനാതനമായ സത്യസുവിശേഷം ഒരു പ്രാവശ്യം കൂടി ഈ ദേശത്ത് വിളംബരം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് അരുളി ചെയ്ത യേശുക്രിസ്തു ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, യേശു എന്ന വഴിയേ ഉള്ളൂ. ഒരൊറ്റ മാർഗമേ ഉള്ളൂ, യേശു എന്ന ഏക മാർഗം. ഏതു മനുഷ്യനും ഏത് ജാതി മത വർഗ വ്യത്യാസമില്ലാതെ സകല മനുഷ്യർക്കും ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. അത് യേശു എന്ന മാർഗമാണ്. കാരണം മനുഷ്യൻ പാപിയാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് പാപിയായിട്ടല്ല. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന്റെ ഛായയിലും ദൈവത്തിന്റെ സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ദൈവം കൊടുത്ത കൽപ്പനകളെ പ്രമാണിക്കാതെ ദൈവത്തിന്റെ സ്നേഹത്തിനകത്ത് നിൽക്കാതവൻ മാറിപ്പോയപ്പോൾ അവന്റെ അകത്ത് വെളിപ്പെട്ടതാണ് പാപം. അങ്ങനെ ഇവിടെ ജനിച്ചു വീഴുന്ന സകല മനുഷ്യന്റെയും അകത്ത് പാപം കുടികൊള്ളുകയാണ്. പാപം ഒരു ശാരീരികമായ ഒരു അവയവമല്ല, അല്ലെങ്കിൽ അത് പ്രത്യേകിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു സ്കാനിങ് സെന്ററിൽ കൊണ്ടു ചെന്നിട്ട് സ്കാൻ ചെയ്താൽ കാണാൻ കഴിയുന്നതുമല്ല. എന്നാൽ മനുഷ്യന്റെ അകത്ത് പാപം കുടികൊള്ളുകയാണ്. എന്തുകൊണ്ട് മനുഷ്യന്റെ അകത്ത് പാപം കുടികൊള്ളുന്നു എന്ന് ചോദിച്ചാൽ അവൻ ദൈവത്തിൽ നകന്നുപോയി. അപ്പോഴാണ് പാപം മനുഷ്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. പാപം അവന്റെ അകത്ത് നിലനിൽക്കുന്നിടത്തോളം അവന് ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ കഴിയില്ല. ഈ പാപം എന്ന പ്രതിഭാസം ഒരു ലാബിനോ ഒരു സ്കാനിങ് സെന്ററിനോ കണ്ടെത്താൻ കഴിയാതെ മനുഷ്യന്റെ അകത്ത് രൂഢമൂലമായി അത് കുടികൊള്ളുന്നത് കൊണ്ടാണ് അവൻ പാപപ്രവർത്തികളിലേക്ക് വീണുപോകുന്നത്. ജനിച്ചു വീഴുന്ന കുഞ്ഞു മുതൽ ഇവിടെ പ്രായാധിക്യത്തിലെത്തിയ പ്രിയപ്പെട്ടവർ വരെ ലഹരിയിലും മദ്യപാനത്തിലും മോഷണത്തിലും വ്യഭിചാരത്തിലും പീഡനത്തിലും ഒക്കെ ഈ പ്രിയപ്പെട്ടവരൊക്കെ കടന്നുപോയി. ഇന്ന് നാം ദേശത്ത് കേൾക്കുന്ന ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ പാപിയായതുകൊണ്ടാണ്. അപ്പോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ പറയും, ഞങ്ങൾ ആരും വലിയ ക്രിമിനൽ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ ആരെയും പീഡിപ്പിച്ചിട്ടില്ല, ഞങ്ങൾ ആരെയും ഒന്നും മോഷ്ടിച്ചിട്ടില്ല, ഞങ്ങൾ ആർക്കും തിന്മ ചെയ്തിട്ടില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് താങ്കൾ പാപിയല്ലാതാകുന്നില്ല. പാപം താങ്കളുടെ അകത്ത് രൂഢമൂലമായി നിൽക്കുകയാണ്. അതിന്റെ പ്രവർത്തികൾ പുറത്തു വെളിപ്പെട്ടില്ലെങ്കിലും മനസ്സിനകത്തെ ചിന്തകൾക്കകത്തും മനസ്സിനകത്തെ നിങ്ങളുടെ ആലോചനകൾക്കകത്തും അത് പാപമായി നിൽക്കുകയാണ്. അതുകൊണ്ട് ആർക്കും അതിനകത്തുനിന്ന് ഒഴിവുകഴിവില്ല. ഏത് മതവിഭാഗത്തിൽ ജനിച്ചവനാകട്ടെ, ക്രിസ്തീയ മാർഗത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും താങ്കൾ പാപിയായിട്ടാണ് ഭൂമിയിൽ ജനിക്കുന്നത്. പാപത്തോടെ ജനിക്കുന്ന മനുഷ്യന് പാപത്തിൽ നിന്ന് പുറത്തു വന്ന പാപമില്ലാതെ ദൈവസന്നിധിയിൽ എത്തിച്ചേരാനുള്ള മാർഗമാണ് യേശുക്രിസ്തു എന്ന മാർഗം. മറ്റ് കർമ്മങ്ങൾ, ആചാരങ്ങൾ, ഉത്സവങ്ങൾ, നോമ്പുകൾ, അനുഷ്ഠാനങ്ങൾ കൊണ്ട് മനുഷ്യന് പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവം മനുഷ്യന് സ്വയമേവ കഴിയാതെ പോയപ്പോ ദൈവം അവന് വേണ്ടി ഒരുക്കിയ പദ്ധതിയാണ് യേശുക്രിസ്തു. സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ, ദൈവത്തോടൊപ്പമായിരുന്നവൻ, ദൈവത്തിന്റെ സമത്വത്തിൽ വസിച്ചവൻ ആ മഹത്വത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. തന്റെ സൃഷ്ടിയായ ആത്മാവുള്ള മനുഷ്യരെ തേടി ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതാ സുവിശേഷം. ദൈവം ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു ദാസനെ പോലെ ഇറങ്ങി വന്ന് മനുഷ്യന്റെ പാപം മുഴുവൻ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് പാപത്തിന്റെ മുഴുവൻ ശിക്ഷയും യേശുക്രിസ്തു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു. അതാണ് സത്യസുവിശേഷം. യേശുക്രിസ്തു തന്റെ ശരീരത്തിൽ മാനവകുലത്തിന്റെ മുഴുവൻ പാപവും ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യനെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ, പാപം അടിമയാക്കി വെച്ചിരുന്ന മനുഷ്യനെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ യേശു വില കൊടുത്തു. ആ വില തന്റെ രക്തമായിരുന്നു. തന്റെ രക്തം ഊറ്റിക്കൊടുത്ത് തന്റെ രക്തം ചീന്തി മനുഷ്യനെ പാപത്തിൽ നിന്ന് യേശു വിലയ്ക്ക് വാങ്ങി. ആ വിലയ്ക്ക് വാങ്ങിയത് ക്രൂശിലെ മരണത്തിലൂടെയാണ്. ക്രൂശിൽ മാനവരാശിയുടെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് യേശുക്രിസ്തു അകൃത്യയാഗമായി തീർന്നുകൊണ്ട് മാനവകുലത്തെ പാപത്തിൽ നിന്ന് വിലയ്ക്ക്
ഏറ്റുവാങ്ങി സ്വതന്ത്രമാക്കി. അങ്ങനെ ക്രിസ്തു മാനവകുലത്തെ സ്വതന്ത്രമാക്കി. ആ സ്വാതന്ത്ര്യത്തിൽ മാത്രമേ ഒരു മനുഷ്യന് ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ കഴിയൂ. മറ്റൊരു മാർഗത്തിലൂടെയും ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ കഴിയില്ല. പാരമ്പര്യമായി ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ, പാരമ്പര്യമായി അനുഷ്ഠിക്കുന്ന കൂദാശകൾ അനുഷ്ഠിച്ചതുകൊണ്ടോ, അതല്ലെങ്കിൽ ഉത്സവങ്ങളോ പെരുന്നാളുകളോ മതപരമായ അനുഷ്ഠാനങ്ങളോ ഒന്നും ചെയ്തതുകൊണ്ട് ആർക്കും ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ കഴിയില്ല. ഒരു പുണ്യവാളന്മാരിലൂടെയും ആർക്കും ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ കഴിയില്ല. ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ ഒരേ ഒരു മാർഗം യേശുവാകുന്ന വഴിയിലൂടെ, യേശുവാകുന്ന സത്യത്തിലൂടെ, യേശുവാകുന്ന ജീവനിലൂടെ മാത്രമേ ഒരുവന് പിതാവിന്റെ സന്നിധിയിൽ എത്തിച്ചേരാൻ കഴിയൂ. ആ കാൽവരി ക്രൂശിയാഗത്തിലൂടെ ദൈവമായ കർത്താവ് തന്റെ ശരീരം, യേശു കർത്താവ് തന്റെ ശരീരം നമുക്ക് വേണ്ടി കീറിത്തന്ന ഒരുക്കപ്പെട്ട ആ പുതുവഴിയിലൂടെയാണ് ഒരു മനുഷ്യന് ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ കഴിയുന്നത്. അങ്ങനെ കൃപാസനത്തിനടുത്തേക്ക് ഏത് സമയത്തും എത്തിച്ചേരുവാൻ യേശുവിലൂടെ നമുക്ക് അവൻ വഴി തുറന്നു തന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി കർമ്മമാർഗങ്ങളിലൂടെ ആർക്കും ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ കഴിയില്ല. എല്ലാ മതങ്ങളും കർമ്മങ്ങളാണ് പഠിപ്പിക്കുന്നത്. ക്രിസ്തു മതം ഉൾപ്പെടെ കർമ്മങ്ങൾ പഠിപ്പിക്കുമ്പോ ഞങ്ങൾ ഇവിടെ യേശുവിന്റെ സനാതനമായ സത്യസുവിശേഷം ഉയർത്തട്ടെ. അത് കർമ്മമാർഗമല്ല, വിശ്വാസമാർഗമാണ്. ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ഞാൻ പാപിയാണ്, ഈ പാപത്തിൽ നിന്ന് കർത്താവേ എനിക്ക് സ്വയം പുറത്തു വരാൻ കഴിയില്ല, നീ എനിക്ക് വേണ്ടി പാപപരിഹാര യാഗമായല്ലോ, എന്റെ പാപത്തിന് നീ പരിഹാരം ചെയ്തല്ലോ, എനിക്ക് വേണ്ടി നീ പ്രവർത്തിക്കണമേ, എന്റെ പാപങ്ങളെ നീ മോചിച്ചു നൽകണമേ എന്ന ആര് കർത്താവിനോട് അപേക്ഷിക്കുന്നു അവർക്ക് വേണ്ടി ഹിന്ദുവെന്ന് നോക്കാതെ, മുസൽമാനെന്ന് നോക്കാതെ, ക്രിസ്ത്യാനി എന്ന് നോക്കാതെ, ജാതി നോക്കാതെ, നിറം നോക്കാതെ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുന്ന ഒരു നല്ല കർത്താവ് ഇന്നും ഈ ദേശത്ത് വന്നിട്ടുണ്ടെന്ന് നിങ്ങളോട് ഞങ്ങൾ വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്ന സകലർക്കും പാപമോചനം ലഭിക്കുകയാണ്. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് എത്ര വലിയ പാപത്തിന്റെ അവസ്ഥയിൽ കുറ്റബോധത്തിനകത്ത് ജീവിക്കുന്ന വ്യക്തിയാണോ ഇന്ന് യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിങ്ങളെ സമർപ്പിക്കുക, നിങ്ങൾക്ക് സൗജന്യമായി പാപമോചനം ലഭിക്കും. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പുത്രത്വം ലഭിക്കുമെന്ന വേദപുസ്തകം പറയുന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ദൈവത്തിന്റെ ഭവനത്തിലെ അംഗമായി, ദൈവത്തിന്റെ മകനായി മാറാൻ കഴിയും. അത് സൗജന്യമാണെന്നേ, ഇതിന് ഒന്നും ഒരു ചെലവുമില്ല. സൗജന്യമായി നിങ്ങൾക്ക് ദൈവത്തിന്റെ മകനായി ദൈവിക കുടുംബത്തിൽ ജീവിക്കാൻ കഴിയും. അങ്ങനെ ദൈവിക സ്വഭാവത്തെ വെളിപ്പെടുത്തി ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. അവന്റെ ആ ഭവനത്തിലെ അംഗമായി മാറിയാൽ മതി. ആ ഭവനത്തിലെ ആ പുത്രത്വത്തിലേക്ക് നിങ്ങൾ വന്നാൽ അവന്റെ വലിയ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ പകരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാപത്തെ ജയിച്ച് ജീവിക്കാൻ കഴിയും. പാപത്തെ തോൽപ്പിച്ച് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ഞങ്ങളൊക്കെ പാപത്തിന്റെ അടിമത്തത്തിൽ വിവിധങ്ങളായ ഇസങ്ങൾക്കകത്ത് വിവിധങ്ങളായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി കൊടിപിടിച്ച് നടന്നവരൊക്കെയാണ്. വിവിധങ്ങളായ പാപത്തിന്റെ പ്രവൃത്തികൾ ജീവിച്ചവരാണ്. എന്നാൽ ഞങ്ങളെ അതിനൊക്കെ പുറത്തു കൊണ്ടുവന്നത് യേശുവിന്റെ സ്നേഹമാണ്. യേശു ഞങ്ങളെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് സ്വതന്ത്രമാക്കി. ആ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു കർത്താവ് നിങ്ങളുടെയും ജീവിതത്തിൽ മരണകരമായി നിങ്ങൾ കടന്നു പോകുന്ന പാപത്തിന്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങളെയും പുറത്തു കൊണ്ടുവന്ന നിത്യമായ സമാധാനവും നിത്യമായ സന്തോഷവും മരണത്തിനപ്പുറമുള്ള നിത്യജീവനം നിങ്ങൾക്ക് തന്ന ദൈവം നിങ്ങളെ പരിപാലിക്കും. അതുകൊണ്ട് ഇതാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഈ വലിയ സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, ക്രിസ്തുവിന്റെ സനാതനമായ സത്യസുവിശേഷത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.